എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനയ് മോഹൻ. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പുന്നപ്രയിലാണ്. പുന്നപ്രയല്ലേ അമ്മേ? പുന്നപ്ര പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു സംഭവം കാണാനിടയായി. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് എഴുതി വന്നതാണ്. ജസ്റ്റ് നോക്കി. അമ്മേ, ഇതെന്താ അമ്മ സംഭവം? ഇങ്ങനെ പെട്ടിക്കട വെച്ചിട്ട് കൃഷ്ണന്റെ വിഗ്രഹം, കൊടിമരം, തോക്ക്, ഗുരുദേവൻ, അയ്യപ്പൻ, സകല ദേവന്മാരും ഉണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തെ ഇങ്ങനെ ദേവന്മാരാണ്. കുടുംബ പാരമ്പര്യമായിട്ട് അമ്പലക്ഷേത്രമൊക്കെ ഉള്ളതാണ്. ആ ഒരു കാര്യം കൊണ്ട് ഞാനിവിടെ വന്നിട്ട് ഇതെല്ലാം ഞാൻ അവിടെ വെച്ചും വേണ്ടിയാണ്. ഞാൻ 32 വർഷം ഞാനൊരു കൃഷ്ണൻ്റെ ഭക്തയായിട്ട് കൃഷ്ണൻ്റെ ഭക്തയായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു. എനിക്ക് എൻ്റെ ഭർത്താവിനെ നോക്കിയതിന് നല്ല നന്മകൾ ചെയ്തതിന് മാത്രമാണോ എനിക്കിങ്ങനെ ഭഗവാൻ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നുമോനെ, എനിക്ക് എപ്പോഴും മനപ്രയാസത്തിന് മാത്രം ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് ആരും ഇല്ലാത്തതില്ല. ഞാനപ്പോൾ എന്ത് ചെയ്യണം, ഏത് ചെയ്യണമെന്ന് ഒരു മനസ്സിന് വിഷമമായിട്ടിരിക്കുവാണ്. ഒരു സെൻറ്റ് സ്ഥലമെങ്കിലും മേടിക്കാൻ എനിക്ക് ആരെങ്കിലും ഒരു സഹായം ചെയ്താൽ ഞാൻ ആ സ്ഥലത്ത് അവർക്ക് ഞാൻ അഭയം കൊടുക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ മരിക്കണതിന് മുമ്പ് അവർക്ക് അവരൊരു അഭയം കൊടുത്ത് ഒരു ശാന്തിനെ ഏർപ്പെടുത്തണം. ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥനയാണ് ഏതു നേരം. എൻ്റെ മക്കൾക്ക് ഇരിപ്പിടം കിട്ടണേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇരിപ്പിടം കിട്ടണേ, എൻ്റെ കുട്ടികൾക്ക് ഇരിപ്പിടം കിട്ടണേ. ഞാനിങ്ങനെ ആകെ വിഷമത്തിലിങ്ങനെ കഴിഞ്ഞു പോകണ ഒരു അവസരവും എൻ്റെ ഉള്ളതും കടം മേടിച്ച് ഇവിടെ കച്ചവടമാണേ ഇല്ല, പൂജയല്ലേ. അതുകൊണ്ട് നല്ല കച്ചവടം ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പം ആരും അങ്ങനെ കച്ചവടത്തിന് ഒരു ചായക്ക് പോലും കയറി വരികയാണ്. ഞാൻ ആകെ കിടന്ന് വിഷമത്തില്ല. എനിക്കാണ് മറ്റാരുമില്ല. പോലീസുകാരുടെ സഹായം മാത്രമേ ഉള്ളൂ. അവർ വയ്യാതെ വന്നാൽ അവർ കൊണ്ടുപോകും. പോലീസുകാരാണ് അമ്മയ്ക്കെല്ലാം ചെയ്തു തരണതല്ല, ഒരു സഹായം. കാരണം അങ്ങനെയല്ല, ഓരോ ഓണത്തിനൊരു ജവിളി, അത് നമുക്കൊരാവശ്യമുള്ള ഒരു ഡ്രസ്സ് ചെയ്യും, അതൊക്കെ തരും. പിന്നെ ഉണ്ണാനൊക്കെ വിളിച്ച് ഞാൻ എന്നും പോയി കഴിക്കുകയില്ല. വ്രതം തുടങ്ങി ഞാൻ എന്നും പോയി കഴിക്കുകയില്ല. എൻ്റെ വീട്ടിൽ പോയാൽ കഴിക്കുകയില്ല, ഒന്നുമില്ല. വീട്ടിൽ ചെന്നാൽ ഞാൻ പറയും എനിക്കൊരു കരിക്ക ഇട്ടാടിക്കാം, അത് ഞാൻ കഴിക്കാം. അല്ലാതെ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. കടയിൽ നിന്ന് കഴിക്കുകയില്ല, ഒന്നും കഴിക്കുകയില്ല. ഇപ്പം നോയമ്പല്ലേ, അപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കണം. പക്ഷേ ഒന്നിനും ഞാൻ പോലും പട്ടിണിയാണെങ്കിലും എൻ്റെ മകൻ്റെ ഒപ്പം ഞാൻ ഇരിക്കുന്നത്. ഇപ്പം മകന് കൊണ്ടുവന്ന ആരോ ഞാൻ അപ്പുറത്തേക്ക് ഇവിടെ വെച്ച മൂല്യം കൊടുക്കാൻ പോയപ്പോൾ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പം പഴം അതുപോലെ തന്നെ ഈ അരി, ഇങ്ങനെയൊക്കെ ഈ അരി കൊണ്ടുവന്ന് അവർ തന്നതാണ്. അമ്മയ്ക്ക് കഞ്ഞി വയ്ക്കട്ടെ, അമ്മ കഞ്ഞി വയ്ക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ്. അങ്ങനെയൊക്കെ പല സഹായങ്ങളും കിട്ടും. ഇങ്ങനെ തന്നുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ് പോകണം. എനിക്ക് പട്ടിണിയാണെങ്കിലും ഞാൻ സഹിച്ചോളാം. പക്ഷെ എൻ്റെ കണ്ണൻ്റെ കാര്യം ഞാൻ എപ്പോഴും എൻ്റെ വേദന എൻ്റെ മോനാണ്. എൻ്റെ മോന് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ മോന് ഞാൻ എന്താണ് ചെയ്യുക? അങ്ങനെ ചോറുണ്ടിട്ട് ഞാൻ അങ്ങനെ മാറില്ല. തറയൊരു തർക്കോളയും പിടിച്ചിട്ട് കിടക്കുമായിരുന്നു. അപ്പോഴാണ് മോനിങ്ങനെ കവർ ചെയ്ത് പോയിട്ട് ഫോണടിച്ചപ്പോൾ ഞാൻ നോക്കി ആരാവാം എന്താണ്. അപ്പോൾ മോനിങ്ങനെ വന്ന് ഏതാണ്ടോ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വരട്ടെ മോനെ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കുട്ടി വരുമ്പോൾ നമ്മൾ അവരെ നിരസിച്ച് ഓടിക്കുന്നത് ശരിയല്ലല്ലോ. നമുക്ക് ആരാണോ ഒരു അഭയം തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കാണ് ആരും ഇല്ലാത്തത്. കുടുംബപരമായിട്ടും മുതൽ വീതിച്ചിട്ട് പോലും ഒന്നും തരാതെ അവരെ എന്നെ പുറത്തടിച്ചു. എന്ത് സംഭവിച്ചൊന്നും മുതലൊന്നും തന്നില്ല. അവർ തന്നെ വീതിച്ചെടുത്തു. മക്കളല്ല, മക്കളില്ല മോനെ. പിന്നെ മക്കളുണ്ടായിട്ടെന്താ പ്രയോജനം? ഇന്നത്തെ കാലത്ത് ഒരെണ്ണം കണ്ടുകൂടാത്ത കാലമല്ല. എല്ലാരെയും പറയാൻ പറ്റത്തില്ല. എല്ലാരെയും പറയാനല്ല. അങ്ങനെമാരുടെ മക്കളുണ്ട്. അവരൊരു കാര്യത്തിന് അവർ വീതം പോലും എനിക്ക് തന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ കല്യാണം കഴിച്ചു വിട്ട് എൻ്റെ ഭർത്താവിനോടൊപ്പമായി മാന്യമായിട്ട് രീതിയിൽ കല്യാണം, നല്ല കുടുംബക്കാരുമാണ് അവർ. അങ്ങനെ ഞാൻ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുക. 16 വർഷം കല്യാണം കഴിച്ചത്. ഇതിങ്ങനെ ഇത് ഇപ്പോൾ ഈ പെട്ടിക്കടയുടെ അകത്ത് തന്നെ ഇങ്ങനെ വിഗ്രഹം ഇങ്ങനെ വെക്കാനായിട്ട് എല്ലാവരും വന്ന് തൊഴുതു പോകും. അല്ല, എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ വെച്ച് പൂജിച്ച് അങ്ങനെ അതിൽ ആകാംക്ഷയായി എനിക്ക് അനുഗ്രഹവും. ഞാൻ വരുമ്പോൾ ഭഗവാനെ കണ്ട് അനുഗ്രഹം തരും. ഞാൻ ചോദിക്കാം, അതെങ്ങനെയാണ് കണ്ണാന്ന് ചോദിച്ചാൽ അതിന് മറുപടി പുള്ളി തരും എനിക്ക്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു പോകും. അല്ലാണ്ട് എനിക്ക് കവിടി വയ്ക്കാനോ ഒന്നുമില്ല. അല്ല അമ്മ, ഞാൻ ചോദിക്കുന്ന വെച്ചാലേ, അമ്മ ഇവിടെ ചായക്കട നടത്തുന്നതാ അല്ലേ? അമ്മ ജീവിക്കാൻ വേണ്ടിയാണ് ചായക്കട നടത്തുന്നത്. അപ്പോൾ ഇത് ചായക്കട ഇപ്പോൾ വല്ല ഒന്നുമില്ല. ഇപ്പം
ഒന്നുമില്ല, കച്ചവടം നടത്തുന്നില്ല. ഇല്ല. പക്ഷെ ഗുരുദേവൻ്റെയും കൃഷ്ണൻ്റെയും വിഗ്രഹമൊക്കെ വെച്ച് കൊടിമരവും വിളക്കും വെച്ച് ഇതൊക്കെ ചെയ്യുന്നത് എന്താ അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചെയ്യുന്നത് നമുക്ക് ഞാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ല, കൊച്ചിലെ എനിക്ക് പൂജാകാര്യങ്ങളിൽ ഭയങ്കര ഒരമർഷം, നല്ല ആകാംക്ഷ ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇത്രയും പൈസ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ആ കച്ചവടം സാധനങ്ങൾ മേടിച്ചിട്ട് അമ്മയ്ക്ക് ഉണ്ടാക്കി കൂടായിരുന്നു? ഉണ്ടാക്കി എന്തെങ്കിലും കച്ചവടം ചെയ്തു വരുന്ന? എനിക്ക് ഒരു കച്ചവടവും വേണ്ട. എൻ്റെ മക്കളെ തിരിഞ്ഞ് ഞാനൊന്നും പോകില്ല. എൻ്റെ മക്കൾ, അവർക്ക് ഇന്ന് വരെ മുട്ടുതല്ലില്ല. കാരണം അവർക്ക് മക്കൾ എന്ത് ചെയ്യുന്നു? എനിക്ക് മക്കളില്ല. ഇല്ല. ആങ്ങളമാരുടെ മക്കളാണ്. അത് ആങ്ങളമാരെന്ത് ചെയ്യുന്നു? ആങ്ങളമാരെ ഒരാൾ മരിച്ചു, പിന്നെ ഒരാളുണ്ട്. അതാണ് അവന് വയലാറ്റ് അവരും താമസിക്കുന്നു. അവിടെ എനിക്ക് ഓഹരി ഉണ്ടായിരുന്നു. ആരും ഒന്നും തരികയില്ല. ഇന്നത്തെ കാലം അങ്ങനെ. ഭർത്താവ് മരിച്ചിട്ട് 16 വർഷം. ഞാൻ അതിന്റെ ഭർത്താവിന്റെ ഒരു ഓർമ്മയിൽ മാത്രം ജീവിക്കുന്നു. ഭർത്താവ് എന്ത് ചെയ്യുമായിരുന്നു? ഭർത്താവ് ഈ കക്കാർച്ചിയുടെ പണിയായിരുന്നു. അപ്പൊ അന്നേരം ഇങ്ങനെ ഉണ്ടായിരുന്നു അമ്മ? അന്നേരം പൂജയും കാര്യമൊക്കെ ഉണ്ട്. ഇടിവെട്ടും മഴയും വന്നാലും ശരിയാണ്. ഞാൻ കുളിച്ചു വന്ന് വിളക്ക് കത്തിച്ച് ആ വെള്ളത്തിലാണെങ്കിലും പെരചൂർന്ന് വെള്ളത്തിലാണെങ്കിലും പീഠം വെച്ച് പീഠത്തെ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ എന്നോട് ഭർത്താവ് ചോദിക്കുന്നു, നീയാണ് സ്വാമികുമാരൻ്റെ മരുമകൾ, അച്ഛൻ അമ്പലത്തിൽ പൂജിക്കുന്ന ആളാണ്. അമ്മ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ അമ്മയോട്? മകനെന്നുള്ള രീതി ചോദിക്കുകയാണെന്ന് കരുതിക്കോ. നമ്മുടെ ദൈവങ്ങൾ പറയുന്ന വെച്ചാൽ നീ നിന്റെ കർമ്മം ചെയ്യും, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യാതെ എങ്ങനെയാണ് നമ്മൾ മൊത്തത്തിൽ ദൈവത്തെ ആശ്രയിക്കുന്നത്? കർമ്മം ചെയ്യേണ്ടിടത്തോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അവസാനം ദൈവം ഇപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ ഇതിനൊക്കെ നല്ലൊരു പൈസ ആയിട്ടില്ലേ? ഇങ്ങനെ കൊടിമരവും വെച്ച് ഒത്തിരി പൈസ, അത്യാവശ്യം നല്ല പൈസ ആയിട്ടില്ലേ? അല്ല, എന്നാലും ഒരു 1000 രൂപ ആയിട്ടില്ല. എത്ര രൂപ ആയിട്ടുണ്ടാവും? 1000 2000 രൂപ കൊടിമരവും ഇതൊക്കെ വെച്ചതിന്? കൊടിമരത്തിന് 22,000. കൊടിമരത്തിന് 22,000 രൂപ. ഗുരുദേവന് 8,000. പിന്നെ ഭഗവാന് 8,000. ഗുരുദേവൻ 8,000 വരാണ് കാര്യം എന്താ? എന്തിന്റെ? പഞ്ചലോഹമാണ് ഗുരുദേവൻ. ഇത് 8,000. ഇത് ഭഗവാൻ 8,000. അയ്യപ്പൻ 4,000. അപ്പൊ ഈ പൈസ ഒക്കെ എവിടെ നിന്ന് കിട്ടി അമ്മയ്ക്ക്? പൈസക്ക് അന്നേരം എനിക്ക് നല്ല കച്ചവടം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നതേ, ഇത്രയും അമ്മ ഇപ്പൊ ഒരു 30,000-ന്റെ അടുത്ത്. 30,000 അല്ല, പോട്ടെ. അപ്പൊ കൂട്ടിക്കോ. ഇപ്പം അമ്മ ഒരു തുക ഇതിനു വേണ്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ആ പൈസ കൊണ്ട് അമ്മയ്ക്ക് ജീവിത വരുമാനത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൂടായിരുന്നോ? അതായത് ഇപ്പൊ ഒരു ഈ തട്ട് എന്നിട്ട് ഇത്ര വർഷമില്ല. ഈ തട്ടല്ലായിരുന്നു, നേരത്തെ ഒരു പഴയ തട്ടായിരുന്നു. ഇപ്പൊ ഭഗവാന് കഴിഞ്ഞ വാർഷികം നടത്തിയ കൊടിമര വാർഷികം, അന്നേരം അതിന് മുമ്പേ 1 വർഷത്തിന് മുമ്പേ ഈ കട മേടിച്ചതാ 45,000 രൂപ. അപ്പൊ അന്നേരം എന്റെ കാശൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ തട്ടിയും കുട്ടിയൊക്കെ കച്ചവടം ഉണ്ടായിരുന്നു, നല്ല കച്ചവടമായിരുന്നു. അന്നേരം നല്ല 10,000 രൂപ 2,000 രൂപയൊക്കെ നമുക്ക് 1,700 പിരിയുമായിരുന്നു. ഞാൻ തന്നെ ചെയ്യണം. ഞാൻ ഒരാളെയും കടയുടെ അകത്ത് കയറ്റത്തുമില്ല, നിർത്തത്തുമില്ല. എനിക്കിഷ്ടമല്ല. പെണ്ണിനെയും വേണ്ട, ആണിനെയും വേണ്ട. എനിക്ക് അവരെങ്ങനെയുള്ളവരാണ്, വൃത്തിയും മെനയാണ് നമ്മുടെ ആവശ്യം. നമുക്കത് ആവശ്യം. അങ്ങനെ വൃത്തിയും മെന എടുത്തെടുക്കാൻ ഭഗവാനെ പൂജിച്ച് നേരത്തെ ഒരു ഭഗവാൻ ഇരുന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഫൈബറിൻ്റെ അത് പൊട്ടിപ്പോയപ്പോൾ സംസാരിക്കുന്ന ആളാണ് ഈ ഇരിക്കുന്ന ആള്. എന്നോട് അല്ല അമ്മ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഭഗവാൻ ഒരിക്കലും ഭക്തന്മാരെ വൃത്തിയും മേനയും വൃത്തി ശുദ്ധി എന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല. ഏതിലാ പറയുന്നത്? ഏതിലും ബൈബിളിലുണ്ട്, എല്ലാത്തിലും. പുരാണത്തില് പറയുന്നതില് ആ അംശം അമ്മയ്ക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഭാഗവതി പറയുന്നൊരു അംശം അമ്മ പറഞ്ഞു. വൃത്തി ശുദ്ധി എങ്ങനെയാണ്? ശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ കുളിക്കുക, 2 നേരം കുളിക്കുക, ഭക്ഷണം ചെയ്യുമ്പോ 2 നേരം കുളിക്കാൻ ദൈവം പറയുന്നുണ്ട്. അത് ഏത് പുരാണത്തിലാ പറയുന്നത്? ഏത് പുരാണത്തിൽ? 2 നേരം കുളിക്കാം. ഏത് പുരാണത്തിൽ പറയുന്ന ഒരു ശ്ലോകം എല്ലാം പറയാൻ പറ്റുമോ എനിക്ക്? പറയാല്ല. ഏത് കാര്യത്തിലും നീ തന്നെ സർവം ദീനത തീർക്കുന്നു. നീ തന്നെ സർവം ദീനത തീർക്കുന്നു എന്നല്ലേ പറയുന്നത്? അവിടെ ശുദ്ധിയുടെ കാര്യം പറയുന്നില്ലല്ലോ. എടുത്തില്ലല്ലോ. ശുദ്ധിയായി ചെയ്യുക, നല്ല മനസ്സ് ഉണ്ടായിരിക്കണം. നല്ല സംസാരം ഓതുക. ഇതാണ് നല്ല സംസാരം ഓതുക. നല്ല മനസ്സുകൾ ഉണ്ടാകണം. നല്ല സംസാരം ഓതുക. നല്ല ശുദ്ധി ഉണ്ടായിരിക്കണം. മനഃശുദ്ധി,
ശരീരശുദ്ധി, വാശുദ്ധി, ഇതാണ് 3 ശുദ്ധി. എന്താ ആ ശുദ്ധി ഉണ്ടാകണം. ശരി, അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഞാൻ എന്തായാലും പോകാത്തതും കഴിക്കാത്തതൊന്നും ആൾക്കാർ ചോദിക്കും. പക്ഷെ ഞാൻ പോകയില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ ഞാനത് ഒരു ഇല്ലാത്ത ഒരു രീതി കഴിച്ചു പോയാൽ ഞാനത് ഛർദ്ദിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ പുരാണത്തിലെ ശ്രീകൃഷ്ണൻ ഇത് കുചേലനെ കാണുന്നൊരു ഇതുണ്ട്. കുചേലനെ കാണുന്നത് അവൽപ്പൊതിയായിട്ട് ചെല്ലുമ്പോൾ കുചേലന്റെ ശരീരത്തോട് ചേർന്ന് നിന്ന് ചുംബനം കൊടുക്കുക. അങ്ങനെ വൃത്തി നോക്കുക, ദൈവം അങ്ങനെ വൃത്തി നോക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അല്ല, ഞാൻ ചോദിക്കട്ടെ അങ്ങനെ വൃത്തി നോക്കുന്ന ആളാണെങ്കിൽ എങ്ങനെയാണ് ദൈവം കൃഷ്ണൻ വന്ന് കുചേലനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് വൃത്തിയല്ല കൃഷ്ണൻ കുചേലന്റെ പറയട്ടെ, ചോദിച്ചില്ല കുചേലന്റെ ഇപ്പോൾ വൃത്തിഹീനായിട്ട് അത് വിയർപ്പെല്ലാം ഉണ്ടെന്ന് പറയുന്നുണ്ട് ആ അവലില്. എന്നിട്ട് എങ്ങനെയാണ് ഈ കൃഷ്ണൻ കഴിക്കുന്നത്? അത്ര ആത്മത്തിന്റെ അല്ല, വൃത്തി നോക്കുന്ന ദൈവമാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, അമ്മ ഞാൻ ചോദ്യം തീർന്നില്ല. അങ്ങനെ ദൈവം ഒരാളുടെ വൃത്തിയാണ് നോക്കുന്നത്. അത് കർമ്മശുദ്ധിയല്ല, അവൻ്റെ സ്വഭാവശുദ്ധിയല്ല. ശുദ്ധി എന്ന് പറയുന്നത് കുളിക്കുന്നതിനല്ല ശുദ്ധി എന്ന് പറയുന്നത്. മനസ്സിലുള്ള ശുദ്ധിയും ശരീരശുദ്ധി എന്ന് പറയുന്നത് വേറെ അർത്ഥത്തിലാണ്. അല്ല, കുളിക്കുക എന്നുള്ളതല്ല ശരീരശുദ്ധി എന്ന് പറയുന്നത്. മാനസിക ശുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിൽ വിഷമില്ലാത്ത ശുദ്ധി എന്നാണ് പറയുന്നത്. അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത മനസ്സെന്നാണ് ആ ശുദ്ധിയെ പറയുന്നത്. അല്ലാതെ കുളിക്കാത്ത ശുദ്ധി എന്നല്ല പറയുന്നത്. കുളിക്കാത്ത കൈ കഴുകാത്ത എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ എങ്ങനെയാണ് അത് കുചേലനെ കൃഷ്ണൻ കെട്ടിപ്പിടിച്ച് കുചേലന് കൊടുക്കുന്നതായിട്ട് പറയുന്നത്? ഇങ്ങനെയാണെങ്കിലും ഇരിക്കുന്ന ആളിന് എങ്ങനെ ഇരിക്കുന്ന ആളിന് സംസാരിക്കാതെ ഈ ഇരിക്കുന്ന ഇത് എടുക്കുന്ന ഈ ആളുണ്ടല്ല, നിങ്ങള് കുട്ടി എന്ന് വേണം സംസാരിക്കാൻ. പറഞ്ഞോ? അപ്പൊ ആ കുട്ടിക്ക് ഏറ്റവും 100ൽ 95, 95, 94, 95, 96 വരെ ഉള്ള ദൈവാനുഗ്രഹം തന്നിരിക്കും കൃഷ്ണൻ. മനസ്സിലായോ? മനസ്സിലായില്ലേ? അനുഗ്രഹം എങ്ങനെ? അതാണ് സിദ്ധി. അല്ല, അശുദ്ധി എന്ന് പറഞ്ഞ അമ്മ ശുദ്ധിയല്ല, സിദ്ധി. അമ്മ സിദ്ധി എങ്ങനെ അറിയുന്നത്? എനിക്ക് കൃഷ്ണൻ എന്ന് പറയണത് ഇങ്ങനെ നമുക്ക് അനുഗ്രഹം തരുമ്പോൾ പറയും, ഇന്ന വരും എനിക്ക് നിൽക്കുന്ന ഈശ്വരനെ പോലും കാണാൻ കഴിയുള്ളൂ. ആണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ നാളെ ഏതാ? നാളെ ഏതാണെന്ന് നിങ്ങളുടെ അമ്മച്ചിക്കെല്ലാം അറിയത്തുള്ളൂ. പിന്നെ എൻ്റെ ഭഗവാൻ ഇവിടെ ഇരിക്കും. ഭഗവാൻ അങ്ങ് എഴുന്നള്ളിയപ്പാ കണ്ടോ? ആംബുലൻസ് പോയ സൗണ്ട് അത് ആംബുലൻസ് പോയ സൗണ്ട്. ആ വശം കൊണ്ടാണ് നിങ്ങളെ എനിക്ക് കാണാൻ കഴിയും. എങ്ങനെ എനിക്ക് കാണാൻ നിങ്ങളെ മുഴുവത്തേടെ കണ്ണടച്ചിരുന്ന കാണാം. കണ്ട ദർശനം തരണം അങ്ങനെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരാഗ്രഹം പ്രകടിപ്പിച്ചത്. അതാരെങ്കിലും ഒരു സഹായം ചെയ്യണം എന്ന്. അമ്മ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ദൈവം തന്നെ പറയുന്നുണ്ടോ, നീ നിന്റെ കർമ്മം ചെയ്യും. ദൈവം ചുമ്മാ ഇപ്പം നമ്മൾ നമ്മുടെ കർമ്മം ചെയ്താലേ ദൈവം നമ്മുടെ കൂടെ വയ്ക്കത്തുള്ളൂ. അല്ല, എല്ലാ ദൈവം തരണമെന്ന് പറഞ്ഞാൽ ദൈവം ഒന്നും ചെയ്യത്തില്ല. നമ്മൾ നല്ല കാര്യം ചെയ്ത് മറ്റുള്ളതിനെ സഹായിച്ചാൽ മാത്രമേ. അന്നദാനം എന്തുകൊണ്ടാണ് വരുത്തുന്നത്? അന്നദാനത്തിന്റെ അർത്ഥം എന്തുവാ? അന്നദാനം പുണ്യദാനം, അന്നദാനം മഹാദാനം എന്ന് പറയുന്നുണ്ട്. ഞാൻ സംസാരിക്കട്ടെ. ഞാൻ ഒരുപാട് കാര്യം എൻ്റെ തുലാഭാരം, എൻ്റെ ഭഗവാൻ അമ്പലപ്പുഴ, എൻ്റെ തുലാഭാരം ചെയ്തു. അങ്ങനെ ഒരു വൃത്തിക്കട കൊടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒത്തുതിരി ഇവിടെ ചാക്ക് കണക്കിന് അരി എടുത്തിട്ട് അന്നദാനം കൊടുത്ത്, വസ്ത്രദാനം കൊടുത്ത്, ഞാൻ കൊടുത്ത് വസ്ത്രദാനം കൊടുത്ത്. ഈ വാർഷികത്തിന് ഞാൻ അന്നദാനം കൊടുത്ത് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു. ഇപ്പം 4 സെറ്റ് സാരി, 5, 3, 4 കയ്യിൽ പൈസ പ്രായം ചെന്നവർക്ക് ആയവർക്കൊക്കെ കൊടുത്തു. ഇനി അടുത്ത വാർഷികം വരുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ്, ഞാൻ യൂട്യൂബ് ചാനലിലിടാം. യൂട്യൂബ് ചാനലിലിട്ട് ആരെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് അത്ര ഉപകാരം എന്ന് ഞാൻ വന്നപ്പോൾ പറഞ്ഞു.
അപ്പോൾ അമ്മ എന്തുകൊണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനും ഈ പറഞ്ഞില്ലേ ആദ്യം തൊട്ട്, ആ എനിക്ക് എൻ്റെ കുട്ടി എൻ്റെ മക്കളാ ഞാൻ എൻ്റെ വഴിയിലിട്ട് പോകാനുള്ള അവസരം ഉണ്ടാകരുത്. എനിക്ക് എവിടെയെങ്കിലും ഒരു സെൻറ്റ് സ്ഥലം മേടിച്ച് അവിടെ വെക്കണം. അത് ആരെങ്കിലും ചെയ്യാനാണ്. ഇപ്പൊ സ്വന്തമായിട്ട് വീടില്ല? സ്വന്തമായിട്ട് എനിക്ക് വീടുണ്ട്, കൈനേരിയിലുണ്ട്. പിന്നെന്തിനാണ് ആൾക്കാർ സഹായിക്കുന്നത്? ആൾക്കാർ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ഇതിന് ഞാൻ വേണ്ടിയിട്ട് ഞാൻ ആൾക്കാരുടെ അടുത്ത് കൈ നീട്ടുമല്ലേ. ഏത് ഇത് അമ്പലാക്കാനാണ് അമ്മയുടെ? അമ്പലം പണിയണം, അതാണ് എൻ്റെ. അതെവിടെ അമ്പലം പണിയാൻ പോകും? അമ്പലം നമുക്ക് എവിടെയെങ്കിലും 2 സെൻറ്റ് സ്ഥലം മേടിക്കണം. അതിനുള്ളത് അതിന് വേണ്ടിയിട്ട് വില പറഞ്ഞിട്ടിരിക്കുക. അത് കിട്ടുവാണെങ്കിൽ അതിൻ്റെ കൂടെ വാക്യം കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെയൊക്കെ സ്ഥലത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ. നിങ്ങളോട് ഞാൻ കള്ളം പറഞ്ഞിട്ട് യാതൊരു കാര്യവും എനിക്ക് നേടാനില്ല. കള്ളം പറയണതില്ല, കള്ളം പറയില്ല, ചൊല്ലിയില്ലതാരുമേ, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല എന്ന് പറയണത് പോലെ നമുക്ക് വണ്ടി തന്നെയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്ത് തരുമെങ്കിൽ അത് വലിയ ഒരു അതായിരിക്കും. ഏതായാലും ഞാനിത് എൻ്റെ യൂട്യൂബ് ചാനൽ ഇടാം. ആരെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ സഹായിക്കേണ്ടവർ സഹായിക്കട്ടെ. ഇത് സ്ഥലം ഒന്ന്, അക്കൗണ്ട് നമ്പർ ഒന്നും വേണ്ട, സ്ഥലം ഒന്ന് പറഞ്ഞോ. സ്ഥലം ഒന്ന് പറഞ്ഞു. പുന്നപ്ര പോലീസ് സ്റ്റേഷൻ വെട്ടയ്ക്ക് വൃന്ദാവനം. ആരെങ്കിലും സഹായിക്കാനുള്ളവരാണെങ്കിൽ സഹായിക്കട്ടെ. അമ്മയ്ക്ക് സ്വന്തമായിട്ട് വീടും എല്ലാം ഉണ്ട്, അമ്പലം പണിയാൻ വേണ്ടിയിട്ട്. എനിക്ക് അതൊന്നും കല്ല. അവന് 5 ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ട്. ഈ 5 ലക്ഷം രൂപ വേണം. അവനോട് കള്ളം പറഞ്ഞ എപ്പോഴായാലും അറിയണ കാര്യമാണ്. സത്യമായിട്ടിരിക്കണം. 5 ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ട്. അധികം കൊടുക്കാതിരിക്കുക, വില കയറി വരട്ടെ എന്ന് പറഞ്ഞു. അതിൻ്റെ ബാക്കി കൂടിയിട്ട് എനിക്ക് എവിടെയെങ്കിലും ഒരു 5 സെൻറ്റ് സ്ഥലം മേടിക്കുവാണെങ്കിൽ എൻ്റെ മക്കളെ ഇരുത്താനായിട്ട് ഒരു ക്ഷേത്രം പണിയരുത്. അതിൻ്റെ ഒരു സൈഡിൽ എനിക്കൊരു മക്കളെ ഇരുത്താനായിട്ടോ? എൻ്റെ ഈ പിള്ളേരെ, ഞാൻ പോറ്റുന്ന പിള്ളേരെ, അവരെൻ്റെ കുഞ്ഞുങ്ങളാണ്. ഞാനിപ്പോഴും കിടന്നുകൊണ്ട് എങ്ങനെയാണ് ആലോചിച്ചങ്ങനെ കിടക്കുക. എൻ്റെ മക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എന്താ ചെയ്യുക എന്നിങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിന് മറുപടി അവർ ഒന്നും പറഞ്ഞില്ല. മോനെ എത്തിച്ചു തന്നതും അവരായിരിക്കണം, അല്ലാതെ വേറെ ഉള്ളി കൊണ്ടൊന്നും കയ്യിലൊന്നും തരത്തൊന്നുമില്ല. മനസ്സിലായോ? എന്തായാലും ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ആളെ പിടികിട്ട്. എന്താ വളരെ അറിയാടമ്മ. ശരി എന്നാ. അപ്പോൾ അമ്മയുടെ പേരെന്തോ? ആനന്ദവല്ലി ശിവൻ, വൃന്ദാവനം. ഇത്രേ. എൻ്റെ കൈനേരിയിൽ അഡ്രസ്സ് കൊടുക്കണ്ടല്ലോ. കൊടുത്തോ? വൃന്ദാവനം. അപ്പൊ പറയട്ടെ, കൈനേരിയിൽ അഡ്രസ്സ് പറയട്ടെ. പിന്നെ കൈനേരി മമ്പലംചിറ, ആനന്ദവല്ലി മമ്പലംചിറ, കൈനഗിരി, ചേന്നങ്കരി, മമ്പലംചിറ, ചേന്നങ്കരി, കൈനഗിരി ഈസ്റ്റ്. പേരിപ്പോൾ കൊടുത്തല്ലോ. ഇത്രയേ ഉള്ളൂ. ശരി, ഞാനെങ്കിൽ കട്ട് ചെയ്യാണ്. ഞാൻ യൂട്യൂബിലിടാം. ആരെങ്കിലും കണ്ടുവരുന്നവരുണ്ടെങ്കിൽ വരട്ടെ കേട്ടോ. ബാക്കിയെല്ലാം ദൈവാധീനം.